ഒരു രാത്രിയും പകലും നീണ്ട കനത്ത മഴയിൽ കൊല്ലം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ തൃക്കോവിൽവട്ടം സ്വദേശി മുഹമ്മദ് നൂഹിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലെ മരുത്തടിയിലും സമീപ ഡിവിഷനുകളിലും 1000-ലധികം വീടുകളിൽ വെള്ളം കയറി. കനത്ത നാശനഷ്ടവും സംഭവിച്ചു. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിലായിട്ടുണ്ട്. മൊത്തം വെള്ളമാണ്, ഇത് എപ്പോഴും ഉള്ളതാണ്. ഇവിടുത്തെ ഓട കറക്റ്റായിട്ട് അങ്ങോട്ട് വെള്ളം പോകുന്നില്ല, അതാണ് പ്രശ്നം. ഈ വെള്ളത്തിൽ ഞങ്ങൾക്ക് ചവിട്ടി നിൽക്കാനോ ജീവിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയില്ല ഇപ്പം ഞങ്ങൾ കടന്നുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം ഇവിടെ എല്ലാം ഈ എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മുകളിലത്തെ പുരയിടത്തിലെല്ലാം ഈ വീട് കണ്ടോ, ഈ വീട്ടിലെ അവസ്ഥ കണ്ടോ, ഇതിനകത്ത് ഒരു നിവർത്തിയില്ല. അവർക്ക് ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഒക്കുന്നില്ല. ഇവിടെ രാവിലെ എണീറ്റപ്പോൾ ഇതറിയുന്നത്. ശക്തികുളങ്ങരയും മങ്ങാട്ടും പനയവും വെള്ളത്തിൽ മുങ്ങി. കല്ലുംതാഴത്ത് റെയിൽവേ ഉദ്യോഗസ്ഥൻ മോഹന്റെ വീട്ടിൽ ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പാതയോരങ്ങളിൽ വെള്ളം ഇരച്ചു കയറി. ചാത്തന്നൂർ കോഷണത്തുകാവ് ക്ഷേത്ര പരിസരവും വെള്ളത്തിനടിയിലായി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂരിൽ വാഹനങ്ങൾ ചെളിയിൽ പുതഞ്ഞു. പാരിപ്പള്ളി വരെ ഗതാഗത തടസ്സവും ഉണ്ടായി. കൊല്ലം തേനി പാതയിലും വെള്ളക്കെട്ട് രൂക്ഷം. കൊട്ടിയം പറക്കുളത്ത് വീടുകളിൽ വെള്ളം കയറി. MC റോഡിൽ നിലമേലും വാളകത്തും വെള്ളക്കെട്ടുണ്ടായെങ്കിലും ഗതാഗതത്തെ ബാധിച്ചില്ല. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 32 വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടത്തും ചുറ്റുമതിലുകളും ഇടിഞ്ഞു വീണു. കുണ്ടറ ചീരങ്കാവിലും കരുനാഗപ്പള്ളി പുതിയകാവിലും വൈദ്യുതി ലൈനിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. ജില്ലയിൽ പുതുതായി 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കൊല്ലം താലൂക്കിലെ 8 ക്യാമ്പുകളിൽ 280 കുടുംബങ്ങളിലായി 877 പേരുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കല്ലട, പള്ളിക്കൽ, ഇത്തിക്കര ആറുകളിലെ ജലനിരപ്പ് ഉയരുന്നത് നിരീക്ഷിച്ചു വരികയാണ്. പള്ളിക്കലാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഏതാണ്ട് 15,000-ഓളം വീടുകളാണ് വെള്ളത്തിനടിയിലായത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയും പകലുമൊക്കെ തുടർന്ന സാഹചര്യത്തിലാണ് അത്യപൂർവമായി ഇത്രയേറെ വീടുകൾ വെള്ളത്തിനടിയിലായത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.